ഹിന്ദി മാഷല്ലയോ? അതെ. ഇവിടെ ഹിന്ദി പഠിക്കാൻ വരുന്ന ഒരുത്തല്ലയോ ഭക്തവത്സലൻ? അവന്റെ കാലിന് നീരായിട്ട് കിടക്കുക. മാഷ് ഉടനെ മേജർ നായരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വീടറിയാലോ? മേജർ നായരുടെ മകന്റെ കാര്യമില്ലയോ നിങ്ങൾ പറയുന്നത്? മകനോ? മകൻ തന്നെ. ഇപ്പൊ വന്നാ വളരെ സൗകര്യമായിരിക്കും. അയാൾക്ക് എന്താ പറ്റി? അവിടെ വരുമ്പോ അറിയാലോ. ഞാൻ ഉടനെ വന്നേക്കാം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. ഉടനെ വരണേ, എക്സാം ഉള്ളോ? എടാ മകനെ, അവന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ലല്ലോ. അവനെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ കള്ളൻ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിട്ട് എന്താ എന്നോട് പറയാത്തത്? നീ ഏർപ്പെടുത്തിയ ഒരാളെ പറ്റി ഞാനാണ് അഭിപ്രായം പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതഭിപ്രായമാണ് സാർ സ്വീകരിച്ചിട്ടുള്ളത്? അയാളാണ് ആ കൃത്യനിഷ്ഠക്കാരൻ. കൃത്യസമയത്തിന് വരും. മാസം അകത്തോട്ട് എങ്ങനെ വിളിച്ചിരുന്നട്ടെ, ആ കാട്ടുകളിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. ഞാനും മാറി നിൽക്കാം, എന്നെ വെറുതെ സംശയിക്കണ്ട. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അവന്റെ ഇത് പെറ്റ് വെച്ചിട്ടുണ്ടോ? എന്തോന്ന് പറ്റ്? ഞാൻ അവനെ ആദ്യം കാണുന്നതാണ് ഇവിടെ വെച്ച മാഷ. നമസ്തേ മാസ്റ്റർ ജി, ആയിയേ ബൈഠിയേ. എനിക്ക് നല്ല സുഖമില്ല. ഇന്ന് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതോ അവിടെ ചെന്നപ്പോ ആളെ കണ്ടില്ലേ? ആരെ? അത് പോട്ടെ, സാറിന്റെ വല്യച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? വല്യച്ഛൻ? ആ ഉത്തർപ്രദേശുകാരൻ വല്യച്ഛൻ. ഓ, ഉത്തർപ്രദേശ് വല്യച്ഛൻ. അദ്ദേഹം മരിച്ചുപോയല്ലോ. അമ്മാവൻ അമ്മാവൻ. അദ്ദേഹത്തെ കണ്ടിട്ട് ഒത്തിരി നാളായി. സാറിന്റെ വീട്ടിൽ ആർക്കോ സ്മോൾ പോക്സ് ആണെന്നോ ചാവാൻ കിടക്കുന്നെന്നോ? സ്മോൾ പോക്സ് ഇല്ല. സത്യം പറ, താൻ ആരാ? എന്തുദ്ദേശിച്ച ഈ വേഷം കെട്ടിവിടെ വന്നത്? മേഡം, എന്ത് പറ്റി? ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ പോലീസ് പിടിച്ചു കൊടുക്കും. മേഡം, അതിന് ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നതല്ലോ. ഇവിടെ പഠിപ്പിക്കാൻ വന്ന മാസിനെ വിളിച്ചോണ്ട് പോയി നീ പഠിച്ചിട്ട് അത് ഇവിടെ വന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാ ഞാൻ ചോദിക്കുന്നത്. ആര് പറഞ്ഞു? ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. നീ മേജറിന്റെ മോനാണെന്ന് പറഞ്ഞില്ലടാ? എനിക്ക് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞില്ലടാ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതായി ഏത് തെണ്ടിയാണ് നേരത്തോട് പറഞ്ഞത്? ഞാൻ തന്നെ ആ തെണ്ടി അടിച്ച് നിന്റെ കരണക്കുറ്റിയും പൊട്ടിച്ചോളൂ. ഓ, തന്നെ ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലേ? തന്നെ ഞാൻ പുറത്ത് വെച്ച് കണ്ടോളാം. അന്ന് നിന്റെ ജാവമായിരിക്കും. കൊല്ലും ഞാൻ. നീ എന്റെ സ്റ്റുഡന്റിന് മുമ്പ് വെച്ച് എന്നെ അപമാനിക്കല്ലേ മേഡം? അയ്യോ മേഡം, ഇനി ഈ റോഡിൽ നിന്നെ കണ്ടുപോരുത്. ഭഗവാനെ, ഞാൻ ഒരു കള്ളന്മാര്. ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം? വീട്ടിലുള്ള ആണുങ്ങളോട് ആലോചിക്കാതെ ഓരോരോ തോന്നിവാസങ്ങൾ കാണിച്ചാല് നാട്ടിലുള്ള കള്ളന്മാർ കയറി വീട് ഭരിക്കും. മനസ്സിലായോ? അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനി അതും പറഞ്ഞോണ്ട് കൈ ഭരിക്കാൻ വരരുത്, പറഞ്ഞേക്കാം. നിനക്കൊരു വിചാരമുണ്ട് നീ വലിയൊരു സുന്ദരനാണെന്ന്. എന്താ അല്ലേ? പിന്നെ എടാ, പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ പെരുമാറ്റത്തിലുള്ള ഡീസൻസിയാണ്. അങ്ങനെയുള്ളവരെ മാത്രമേ പെൺകുട്ടികൾ ഇഷ്ടപ്പെടൂ. നിനക്കതില്ല. എന്നെ അവൾക്ക് ഇഷ്ടമായിരുന്നു. എന്താ ഡീസൻസി? ഒരു സത്യം പറഞ്ഞാൽ നീ ഞെട്ടരുത്. നിന്നെ അവൾക്ക് അറപ്പായിരുന്നു. പിന്നെ രണ്ടുപേർക്കും പണ്ടേ നമ്മുടെ അടുത്ത് സ്വല്പം ചോരുക്കുണ്ടല്ലോ. എന്ത് ചെയ്യാം, ഞാനൊരു സുന്ദരനായി പോയി. അവൾ വീണില്ല എന്ന പരുവത്തിയായിരുന്നു. രണ്ടുകൂടെ ചേർന്ന് നമുക്കിട്ട് പാര വെച്ചു കളഞ്ഞു. എന്നെ അങ്ങ് വിട്ടേരെ. യഥാർത്ഥ പാര ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് എനിക്കറിയാം. മഹത്തായ ഒരു ലക്ഷ്യം നേടാൻ നമ്മൾ പരിശ്രമിച്ചു, നടന്നില്ല. പാര വന്നത് ഏത് ഭാഗത്ത് നിന്നാ കോരെ? ഈ കോരയ്ക്ക് പാര വെച്ചാണ് ആയര. നിങ്ങൾക്കുള്ള പാരയും ആ ഭാഗത്ത് നിന്നാ വന്നിട്ടുള്ളത്. ഉറപ്പാണ്. എടാ, നിന്റെ ഒന്നും തലയിൽ ആള് താമസമില്ലേ? അയാള് കള്ളനാ. എന്നെ അയാള് കുടിപ്പിച്ച് കുരങ്ങനായി കളഞ്ഞില്ലേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ തീവ്രവാദികളാകേണ്ടി വരും. എന്ന് വെച്ചാൽ ആ മീശക്കഴുവേറിയെ നമ്മൾ ചില അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നു. നന്മ ചെയ്യാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഒത്തുപിടിച്ചാൽ അവർക്ക് വരുന്ന സകല കല്യാണാലോചനകളും നമുക്ക് മുടക്കാൻ കഴിയും. കൊള്ളാം, നല്ല കാര്യം. അങ്ങനെ ആ കിളവൻ ഗതി മുട്ടുമ്പോൾ മുട്ടുകുത്തും. എന്റെ കാലിൽ കാലേതാണെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. നമ്മുടെ പഠിത്തം നിർത്തേണ്ടി വന്നാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. നീ മാറരുത്. ഞാൻ മാറുന്ന പ്രശ്നമേ ഇല്ലെന്ന്. ഓക്കെ ഓക്കെ.
എന്താ എല്ലാരും ചുരുണ്ടുകൂടി കിടക്കുന്നത്? ആർക്കും ജോലിക്കൊന്നും പോണ്ടേ? ഞാൻ വിട്ട്. ഞാനും വിട്ടേ. എന്ത് പറ്റി? ഒത്തിരി ചെളി പറ്റി. എന്തിനാ കുഴിയണെന്ന്? അപ്പം തന്നാ പോരെ? അറിയാതെ ചോദിച്ചു പോയതാ, ക്ഷമിച്ചുകളാ. ചേടാ, ഞാൻ തന്നെ വേണം. അളിയാ തുറക്കല്ലേ, അവളാ മീനും. അവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഒന്നാമത് ചമ്മി നാറിയിരിക്കുക. ഈ നമ്മളെ മൂന്നിനെ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ കൂടി ചളവാകും. അതോട്ട് കളിക്കൂ, അതോട്ട് കളിക്കൂ. യവന്മാർ എവിടെ പോയി? അല്ല മീനുവോ? എന്താ മുന്നറിയിപ്പൊന്നും ഇല്ലാതെ? വീട്ടിൽ കാര്യങ്ങളെല്ലാം മുത്തശ്ശി ശരിയാക്കിയിട്ടുണ്ട്. ബന്ധം കൊള്ളാന്നുണ്ടെങ്കിൽ കല്യാണം ഉടനെ നടത്തണമെന്നാ മുത്തശ്ശൻ പറഞ്ഞത്. പിന്നെ അമ്മയ്ക്ക് പ്രേമനെ ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. നാളെ വീട്ടിലൊന്ന് വരാമോ? വരാം. പക്ഷേ അവിടുന്ന് ഈ വെട്ടുകത്തി, ഉലക്ക, വിറകുള്ളി ഇവയെല്ലാം ഇന്ന് രാത്രി തന്നെ എടുത്തൊന്ന് മാറ്റണം. ദാ ഈ ഷേപ്പ് മാറാതിരിക്കാനാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. മോൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണോ? ഞാൻ പോണു. ഇതുവരെ വന്നിട്ട് എന്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങാതെ പോകുന്നത് ശരിയാണോ? അതിപ്പോ വേണ്ട, ഞാൻ പിന്നെ വാങ്ങിച്ചോളാവേ. എന്നാ ശരി, നാളെ വരണേ. ഓക്കെ. ഐ ആം ഗോവിന്ദ്. പ്രേമിനെ എനിക്കറിയാം. ഞാൻ വന്നത് എന്തിനാണെന്ന് ഇങ്ങോട്ട് ചോദിച്ച് ബുദ്ധിമുട്ടണ്ട. മീനു എന്റെ പെങ്ങളാണ്. അല്ല, പെട്ടെന്ന് എങ്ങനെ അവൾക്കൊരു സഹോദരനുണ്ടായി എന്നാലോചിക്കണ്ട. ഒരു കാര്യം ഉറപ്പിക്കാം, ഞാൻ നിങ്ങളുടെ ഒരു അഭികാംക്ഷയാണ്. മീനുവും നിങ്ങളും തമ്മിൽ എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതായി അറിഞ്ഞു. ഒരു തെറ്റിദ്ധാരണയുമില്ല. അവളെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ഒരു തെറ്റ് അവളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കുറെക്കൂടെ സമയം വേണ്ടി വരും. സമയം വളരെ വിലപ്പെട്ടതാണല്ലോ. അതുകൊണ്ടാ പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. വന്നതുപോലെ തിരിച്ചു പോകാം. ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. ഈ നാട് മുഴുവൻ അവൾക്ക് ആങ്ങളമാരും കാമുകന്മാരും ഉണ്ടായിരിക്കും. അവരല്ലേ എന്നെ ശല്യപ്പെടുത്താൻ വരുന്ന എന്തിനാ? ഒരു പെൺകുട്ടിക്ക് ധാരാളം കാമുകന്മാരുണ്ടെന്ന് പറയുന്നത് ഗുരുതരമായ ഒരു ആരോപണമാണേ. ഇനി അവളുടെ പേരിൽ ഈ ചാർജ് ഷീറ്റ് സമർപ്പിച്ചതാരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആരും സമർപ്പിച്ചതല്ല, എനിക്ക് നേരിട്ട് ബോധ്യമായതാണ്. അല്ല, അവൾ മറ്റു കാമുകന്മാരുമായി വല്ല അവിഹിതത്തിലും ഏർപ്പെടുന്നത് നേരിട്ട് കണ്ടോ? അത് കാണാനിട വരുന്നതിന് മുമ്പ് ഞാൻ പിൻവാങ്ങിയല്ലോ. നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താതെ പോയാൽ വലിയ ഉപകാരമായിരിക്കും. ഒന്ന് പോയാട്ടെ. സുഹൃത്തെ, സുഹൃത്തെ, നിങ്ങൾ ആ കുട്ടിയെ ഇനിയും മനസ്സിലാക്കാത്തത് കഷ്ടമാണ്. അവളുടെ മനസ്സിൽ കാമുകനായ ഒരാളേ ഉള്ളൂ. അത് നിങ്ങളാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ആരെങ്കിലും അവളെപ്പറ്റി വല്ല അപവാദവും പറയുന്നുണ്ടെങ്കിൽ അതുമല്ല അസൂയക്കാരോ പരമദുഷ്ടന്മാരോ ആയിരിക്കും. മിസ്റ്റർ, ഇനി ഞാൻ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റിത്തരാം. എന്റെ 3 സുഹൃത്തുക്കൾ നിങ്ങളുടെ പെങ്ങളെന്ന് പറയുന്ന ആ പെണ്ണിനെ വേണ്ട. അവളിപ്പോൾ എന്റെ മനസ്സിലില്ല. എല്ലാം വെറും സ്വപ്നമായിരുന്നുവെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കാണ് ഞാൻ. അപ്പോ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. ആട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആ മാന്യന്മാരെ ഒന്ന് എനിക്ക് കാണിച്ചു തരാമോ? നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഒരു തെളിവെടുപ്പ് നടത്തി സത്യം കാണിച്ചു തരുമൊന്നും വേണ്ട. എന്റെ സുഹൃത്തുക്കൾ എനിക്ക് നല്ല വിശ്വാസമാണ്. നിങ്ങളെ ബോധ്യപ്പെടുത്താനാണെന്ന് വിചാരിക്കണ്ട. എന്റെ പെങ്ങളുടെ കൂടെ കിടന്നവരെ നേരിൽ ഒന്ന് കാണാനുള്ള മോഹം കൊണ്ടാ. അവരുടെ ഇല്ല. എപ്പോ വരും? തോന്നുമ്പം വരും. ദേഷ്യപ്പെടരുത്. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ആ നിമിഷം ഞാൻ പോയിക്കോളാം. അവരുടെ ഫോട്ടോസ് മറ്റോ ഉണ്ടോ? അല്ല, വെറുതെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. പ്ലീസ്. ഇതാ. ഓഹോ, ഇവരാണോ? ഇവരാണ് പറഞ്ഞെങ്കിൽ തെറ്റാൻ വഴിയില്ല. വാടാ, വാ. നീക്കാൻ നിക്കടാ.
ക്ഷമിക്കണം, താങ്കളുടെ മാന്യ സുഹൃത്തുക്കളെ ഞാൻ കണ്ടുപിടിച്ചു. കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നു. സാരമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഇനി അവർ സത്യം പറഞ്ഞോളൂ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഈ മുറി വൃത്തിയേടാക്കണ്ട. ഇപ്പൊ തന്നെ ആവശ്യത്തിനുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതല്ലേ പരിപാടി, ഒരു 2 ദിവസത്തേക്ക് നീട്ടി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. നീ ഞങ്ങളെ തല്ലുന്ന കാര്യം ഒരു കാര്യം ചെയ്യാം, ഏതായാലും അവന്റെ കൈ കൊണ്ട് ഒരു തല്ല് നമുക്ക് ഉറപ്പാ. അത് എത്രയും വേഗം വാങ്ങിച്ചിട്ട് നമുക്ക് സമാനമായിട്ട് കിടക്കാം. അതാ ബുദ്ധി. മീനുവിനെ വളയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയതാ. പല വേഷത്തിലും ഞങ്ങൾ അവളുടെ വീട്ടിൽ കയറി ഇറങ്ങി. പറ്റിയില്ല. ആ വൈരാഗ്യം കൊണ്ട് ഞങ്ങൾ കുറെ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയതാ. ഇനി തല്ലുന്നെങ്കിൽ തല്ല്, കൊല്ലുന്നെങ്കിൽ കൊല്ല്, വീടാ കല്ല്. എന്താ വല്ലാതെ? അവൾ പറയുന്നതിൽ എന്താ തെറ്റ്? ആർക്കായാലും വിഷമം കാണും. മീനെന്ത് പറഞ്ഞു? അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, എന്നെയല്ല. അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞു? ഇല്ല, പത്രത്തിൽ വായിച്ചു. നിങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്നവരെ കഴുത്തെടുക്കാൻ മടിക്കാത്തവരാ. നമ്മൾ ഒന്നിച്ച് താമസിക്കുന്ന ഏർപ്പാടിന് വേണ്ട. ഏതായാലും ഇത്രയായി. പൊതുജനങ്ങളുടെ തല്ലും ഞങ്ങൾക്ക് ധാരാളം കിട്ടി. തെറ്റിദ്ധാരണ നീക്കി നീയും മീനും തമ്മിലുള്ള കല്യാണം ഞങ്ങൾ നടത്തും. വേണ്ട, നിങ്ങൾ എന്റെ സുഹൃത്തുക്കളാണെന്ന് വിചാരിച്ചു പോയി. മതി, ലീവ് മീ അലോൺ. ഒരവസരം കൂടി ഞങ്ങൾക്ക് തരണം, അവസാനമായി. ഇനിയും ഞങ്ങൾ തല്ലുകൊള്ളാം, പക്ഷെ ഞങ്ങൾ സ്നേഹമില്ലാത്തവരാണെന്ന് മാത്രം പറയരുത്. അവൾക്ക് അത്ര പെട്ടെന്ന് നിന്നെ തള്ളി പറയാൻ കഴിയുമോ? തെറ്റിദ്ധാരണ മാറിയാൽ ഈ വിവാഹം തീർച്ചയായും നടക്കും. നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് ആണെങ്കിൽ നീ ഞങ്ങളെ വിട്ടു പോകരുത്. എങ്ങനെ കല്യാണം നടക്കും എന്നത് അത് നടക്കുമ്പോ കാണാം. ഈ കാര്യം നടത്തിയിട്ടല്ലാതെ ഞങ്ങൾക്കിനി ഉറക്കമില്ല. അപ്പൂപ്പന്റെ കൊച്ചുമോളും പ്രേമം തമ്മിൽ കല്യാണം കഴിക്കാൻ അത് തന്നെ ഞാൻ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരികയാണെന്ന് പറഞ്ഞില്ലേ? അതല്ല പ്രേമം, പ്രേമം എന്നും തൊഴാറുണ്ട്. പണ്ടാരടങ്ങാൻ എവിടെന്നെങ്കിലും ഒരു മൈക്ക് സെറ്റ് വാങ്ങിച്ചുകൊണ്ട് പാടെ കിഴവന്റെ ചെവി കയറട്ടെ. എന്താ പറഞ്ഞത്? അയ്യോ ദൈവം, ഇതിനൊക്കെ എന്തിനു വെച്ച് പൊറപ്പിക്കുന്നത്? നേരത്തെ അങ്ങ് കെട്ടി എടുത്തൂടെ? ഇങ്ങോട്ട് മാറിയില്ല. അവസാനത്തെ കൈ നോക്കാൻ പോവുക. നിങ്ങൾ തൊഴാറില്ലേ? ഞങ്ങൾ തോൽക്കാറുണ്ട്. ഉണ്ടോ? അങ്ങനെ വേണം ചെറുപ്പക്കാരൻ. അപ്പൂപ്പ, ഓ, മീനും പ്രേമം തമ്മിലുള്ള കല്യാണം നടന്നു കയറാൻ അപ്പൂപ്പൻ ആഗ്രഹമില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്നാൽ അത് നടക്കുന്ന കാര്യം ആകെ അവതാളത്തിലായിരിക്കാറ്. അതെന്താ മക്കളെ? അത് പിന്നെ പറയാം. ഉടനെ കല്യാണം നടന്നില്ലെങ്കിൽ ആകെ കുഴപ്പത്തിലാവും. അയ്യോ, അതുകൊണ്ട് നാളെ അപ്പൂപ്പൻ അമ്പലത്തിൽ വരുമ്പോ മീനുവിനെ കൂടെ കൊണ്ടുവരണം. വരാം വരാം, ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് ബാക്കി ആരെങ്കിലും പറഞ്ഞു വിടറേ. അപ്പൊ നാളെ രാവിലെ ഞങ്ങൾ 3 പേരും മുഖം മൂടിയിട്ടുണ്ട് വരും. അപ്പൊ ഞെട്ടരുത്. ഞാൻ ഞെട്ടില്ല, ആ മുഖം മാത്രമേ മൂടുള്ളൂ. മുഴുവൻ മൂടും. എന്നിട്ട് ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടു പോകും. പുറകെ പ്രേം വന്ന് രക്ഷിച്ചോളൂ. ഓഹോ, പിന്നെ കല്യാണം കഴിഞ്ഞ് അപ്പൂപ്പന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വരും. നാളെ ഇത് നടന്നില്ലെങ്കിൽ 2 ആത്മഹത്യകൾ നടക്കും. അയ്യോ അത് വേണ്ട, മുഖം കൂടിട്ടോണ്ട് വന്നോ, ഞാൻ കൊച്ചിനെ കൊണ്ടുവരാം. കൊണ്ടുവന്നില്ലെങ്കിൽ തന്റെ അന്ത്യമായിരിക്കും. എന്താ പറഞ്ഞത്? വീട്ടിൽ ചെല്ലാൻ, വീട്ടിൽ ചെല്ലാൻ. എന്നാ നാളെ രാവിലെ മുഖം മൂടിയോടെ കാണാം. കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ, എന്നെ തള്ളാതെ കൊണ്ടുപോയിക്കോ. കൊണ്ടുപോയി വേഗം കൊണ്ടുപോ. മക്കളെ പൊക്കോളി, ഭയപ്പെടേണ്ടത്. ധൈര്യമായി പൊക്കോ, പേടിക്കണ്ട. മക്കൾ പൊക്കോ, പേടിക്കാതെ വേഗം പോയി. പൊക്കോ പൊക്കോ പൊക്കോ. സാധിച്ചു, പെണ്ണിനെ കൊണ്ടു കൊടുത്തു. പൊടിനെ കൊണ്ടുപോയി. വേഗം പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ഈ വഴിയേ പോയിട്ടുണ്ട്. പോയി അവിടേക്ക് അടിച്ചത് കല്യാണം ചെയ്ത് അപ്പൂപ്പനൊന്ന് കാണാൻ. വേഗം എന്തൊരു അങ്ങനെ പോയിട്ട് ഇങ്ങനെ പെണ്ണിനെ ഇവിടെ കൊണ്ടുപോയി. പെണ്ണെവിടെ? പെണ്ണെവിടെ?
നിങ്ങൾ പെണ്ണിനെ എവിടെ കൊണ്ടുപോയി എവിടെ പോയി? മുഖംമൂടിയോട് ഇങ്ങനെ കൊണ്ടുപോയില്ല പെണ്ണ് ആര് കൊണ്ടുപോയി? ഈ വഴിയെ തന്നെ ഇതിലെന്തോ ചതിയുണ്ട്. അത് ആർക്കാണ് മനസ്സിലാവാത്തത്? നീ വണ്ടി കയറ്. ഓടി, വണ്ടി കയറ്. എളുപ്പം ചതി കയറ്. നിർത്ത് ഞാനും കൂടെ വരാം ധൈര്യത്തിൽ പോവാ, പെണ്ണിനെ വല്ലാണ്ട് പോവാ, ധൈര്യത്തിൽ പോവാ. നിർത്ത് ഞാൻ നിർത്ത് എന്താ ആരെ അയ്യോ പോയി കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി ആര് കൊണ്ടുപോയി? അയ്യോ മീനുവിനെ തട്ടിക്കൊണ്ടുപോയി ആരെ? മുടികള് എങ്ങോട്ട്? ഇങ്ങോട്ട് ഇന്നിപ്പോ നേരത്തെ പറഞ്ഞോളായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോയി തൊഴുത് ചന്ദനവും തൊട്ട് നിൽക്കുമ്പോ 4 തടിയന്മാര് അയ്യോ നിർത്ത് രാവിലെ എങ്ങോട്ടാ? മീനുവിനെ മുഖംമൂടികൾ കൊണ്ടുപോയി ഞാൻ അവിടെ പിടിച്ചോണ്ടിരാൻ പോവാ അമ്മയൊക്കെ അടിച്ചു കിടത്തിട്ട് വല്ലോം തന്ന് സഹായിക്കണേ, കണ്ണണ്ടോടാത്തൊരുത്തനാണ് അമ്മച്ചി. അമ്മച്ചി വല്ലോം തന്നെ, കണ്ണണ്ടോടാത്തൊരുത്തനാണ് അമ്മച്ചി. സാറേ അയ്യോ 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 ജീപ്പ്, അയ്യോ സ്കൂട്ടർ, ഓട്ടോറിക്ഷ, കാറ്, അയ്യോ ഇവനൊക്കെ എന്തിനാ മേളിൽ കയറിയിരിക്കണം? അമ്മയ്ക്ക് വായു കൊള്ളി വാങ്ങിക്കാൻ കേരളമേ, നിനക്ക് കണ്ണാണോ? അല്ലടാ കാണാം. ഓടി എടുത്തോ. രണ്ടി ഇറന്നാണ് അവനെ തുരന്നാണ്. ഒന്നിറക്കി വിടോ, ഒന്നിറക്കി വിടോ. പിള്ളേരെ പിള്ളേരെ മക്കളെ ഒന്നിറക്കി വിടാ. ഈ കൂട്ടം അറിയാ
തന്നെ കിടന്നാ മതി. മേജറാണെന്ന് പറ, മേജറാണെന്ന് പറ. അകത്ത് പോയി പറഞ്ഞു കിട്ടുന്നത് മേടിച്ചോ. അയ്യോ, 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 ആ